ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പുതിയ സീസൺ തുടങ്ങുന്നതിനായി ആവേശത്തോടെ കാത്തിരിക്കുകയാണ് ക്രിക്കറ്റ് ആരാധകർ. 2020 അവസാനമായി IPL കിരീടം നേടിയ മുംബൈ ഇന്ത്യൻസ് കപ്പില്ലാതെ 5 സീസണുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സീസണിൽ കപ്പടിക്കുക എന്നതാണ് മുംബൈ ഇന്ത്യൻസിന്റെ പ്രധാന ലക്ഷ്യം. അതിനുള്ള മുന്നൊരുക്കത്തിലാണ് ടീം. രോഹിത് ശർമ്മ ഉൾപ്പെടെയുള്ള താരങ്ങൾ പുതിയ സീസണിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. രോഹിത് ശർമ്മ ടീമിനൊപ്പം ചേരുന്നതിൻ്റെയും പരിശീലനം നടത്തുന്നതിൻ്റെയും ദൃശ്യങ്ങൾ മുംബൈ ഇന്ത്യൻസ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട്. ഷാർദുൽ താക്കൂറിനെതിരെ കൂറ്റൻ ഷോട്ട് വായിക്കുന്നതിൻ്റെ വീഡിയോയും മുംബൈ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഹാർദിക് പാണ്ഡ്യയാണ് ടീമിൻ്റെ ക്യാപ്റ്റനെങ്കിലും രോഹിത് ശർമ്മ ലീഡർഷിപ്പ് ഗ്രൂപ്പിലെ നിർണായക സാന്നിധ്യമാണ്. കഴിഞ്ഞ സീസണിൽ ഇമ്പാക്ട് പ്ലെയറായി കളിച്ച രോഹിത് ഈ സീസണിലും അതേ റോളിൽ തുടരാനാണ് സാധ്യത. 2025 IPL 15 മത്സരങ്ങളിൽ നിന്ന് 418 റൺസ് നേടിയ രോഹിത് ശർമ്മ ഇക്കുറിയും തിളങ്ങുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. അന്താരാഷ്ട്ര T20 ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച രോഹിത് നിലവിൽ ഏകദിനത്തിൽ മാത്രമാണ് ഇന്ത്യൻ ടീമിൻ്റെ ഭാഗമായിരിക്കുന്നത്. ഓസ്ട്രേലിയൻ പര്യടനത്തിലും ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ഏകദിന പരമ്പരയിലും തകർപ്പൻ ബാറ്റിംഗ് പ്രകടനമാണ് രോഹിത് ശർമ്മ കാഴ്ചവെച്ചത്. ആഭ്യന്തര ക്രിക്കറ്റിലും രോഹിത് തിളങ്ങിയിരുന്നു. വിജയ് ഹസാരെ ട്രോഫിയിൽ മുംബൈക്ക് വേണ്ടി കളിച്ച രോഹിത് ശർമ്മ സിക്കിമിനെതിരെ 94 പന്തിൽ 9 സിക്സറും 18 ഫോറുകളും സഹിതം 150 റൺസാണ് നേടിയത്. തൊട്ടടുത്ത മത്സരത്തിൽ ഉത്തരാഖണ്ഡിനെതിരെ താരം ഗോൾഡൻ ഡക്കായി മടങ്ങുകയായിരുന്നു. പിന്നീട് ന്യൂസിലൻഡിൽ നടന്ന ഏകദിന പരമ്പരയിൽ രോഹിത് റമങ്ങിയ പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഒരു മത്സരത്തിലും താരത്തിന് 30ലധികം റൺസ് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ IPL വരുമ്പോൾ രോഹിത് ശർമ്മ മുംബൈ ഇന്ത്യൻസിനെ മിന്നിക്കാറാണ് പതിവ്. ആ പതിവ് ഇക്കുറിയും തെറ്റിക്കില്ലെന്നാണ് ടീം മാനേജ്മെൻറ്റ് കണക്കുകൂട്ടുന്നത്. രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ കപ്പടിച്ചു കൂട്ടിയ ചരിത്രമാണ് മുംബൈ ടീമിനുള്ളത്. കഴിഞ്ഞ 4 സീസണുകളിലും വ്യത്യസ്ത ടീമുകളാണ് IPL ചാമ്പ്യന്മാരായത് എന്ന കാര്യം ശ്രദ്ധേയമാണ്. 2022 ഗുജറാത്ത് ടൈറ്റൻസും 2023 ചെന്നൈ സൂപ്പർ കിങ്സും 2024 കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമാണ് IPL കിരീടത്തിൽ മുത്തമിട്ടത്. 2025 വിരാട് കോഹ്ലിയുടെ സ്വന്തം RCB ആദ്യമായി IPL കിരീടം നേടി. കഴിഞ്ഞ സീസണിൽ പ്ലേ ഓഫ് കടന്ന് 2ാം ക്വാളിഫയറിൽ എത്തിയെങ്കിലും മുംബൈ ഇന്ത്യൻസിന് ഫൈനലിലേക്ക് യോഗ്യത നേടാൻ കഴിഞ്ഞില്ല. രോഹിത് ശർമ്മക്കൊപ്പം കിൻഡൻ ഡി കോക്ക്, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ എന്നീ പരിചയസമ്പന്നരായ താരങ്ങളും റയാൻ റിക്കിൾട്ടൺ, തിലക് വർമ്മ, വിൽ ജാക്സ്, റുദർഫോർഡ് എന്നിവരും ചേർന്നാൽ മുംബൈ കരുത്തുറ്റ ബാറ്റിംഗ് നിരയായി മാറുന്നുണ്ട്. ബോളിംഗ് ഡിപ്പാർട്ട്മെന്റിലും മുംബൈ പുലികളാണ്. ജസ്പ്രീത് ബുംറ നയിക്കുന്ന പേഴ്സ് ബോളിംഗ് നിരയിൽ ഹാർദിക് പാണ്ഡ്യ, ട്രെന്റ് ബോൾട്ട്, ഷാർദുൽ താക്കൂർ, ദീപക് ചഹർ, അശ്വിനി കുമാർ, കോർബിൻ ബോസ് തുടങ്ങി നിരവധി ഓപ്ഷനുകളുണ്ട്. അലാഹ് ഗസൻഫർ, മിച്ചൽ സാൻഡർ എന്നീ സ്പിന്നർമാരും ടീമിന് കരുത്തായി മാറും. മികച്ചൊരു ബോളിംഗ് കോമ്പിനേഷനെ മുംബൈക്ക് കളത്തിലിറക്കാനായാൽ എതിരാളികൾ വിറക്കുമെന്ന് ഉറപ്പാണ്. മുംബൈ ടീമിന്റെ ലീഡർഷിപ്പ് സംഘത്തെ നോക്കിയാൽ രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ തുടങ്ങി ഒരുപിടി താരങ്ങളുണ്ട്. ഹാർദിക് പാണ്ഡ്യയെ ടീമിനെ നയിക്കുന്നതെങ്കിലും നിർണായകമായ തീരുമാനങ്ങളെടുക്കുന്നതിൽ ഇവരുടെ എല്ലാം സഹായം മുംബൈ ടീമിന് ലഭിക്കും. 2020 ലോകകപ്പ് നേടിയ 2 ക്യാപ്റ്റനുള്ള മറ്റൊരു ടീമും ഈ IPL കളിക്കുന്നില്ലെന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ചുരുക്കി പറഞ്ഞാൽ ഇക്കുറിയും രോഹിത് ശർമ്മയിൽ വലിയ പ്രതീക്ഷയാണ് മുംബൈ ടീമിനുള്ളത്. കരുത്തുറ്റ ബോളിംഗ് നിരയും ബാറ്റിംഗ് നിരയുമായി എത്തുന്ന മുംബൈ കപ്പടിച്ചാൽ അതിൽ നിർണായകമായ പങ്ക് തന്നെയായിരിക്കും രോഹിത് ശർമ്മ വഹിക്കുകയെന്ന് ഉറപ്പാണ്. സമീപകാലത്ത് ഏകദിന ക്രിക്കറ്റിലും ആഭ്യന്തര ക്രിക്കറ്റിലും മിന്നിച്ചിട്ടുള്ള രോഹിത് ഈ സീസണിലും ടീമിന്റെ കരുത്തായി മാറുമെന്നും മുംബൈ കപ്പടിക്കുമെന്നുമാണ് ആരാധകരുടെ പ്രതീക്ഷ.